ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാട് നിന്ന് അല്പം മാറി കുഴിയൽപ്പടിക്ക് വളരെ അടുത്ത് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം 500 മീറ്റർ മാത്രം അകലെയായി 3 സെൻറ്റ് സ്ഥലവും 1552 സ്ക്വയർ ഫീറ്റുള്ള ഓണർ 65 ലക്ഷം രൂപ ചോദിക്കുന്ന ഒരു മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. വീടിൻ്റെ മറ്റുള്ള വിശേഷങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് റോഡിൻ്റെ വിഡ്ത്ത് ലെങ്ത്തൊക്കെ നോക്കാം. 4 മീറ്റർ ആയിട്ടുള്ള ഇൻറ്റേർണൽ റോഡാണ് നമുക്ക് ഈ വീടിനായിട്ട് വരുന്നത്. കൂടാതെ നമുക്ക് ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആയിട്ടുള്ള വില്ലയാണ് വരുന്നത്. 15ഓളം വില്ലകളുണ്ടായിരുന്നു, അതെല്ലാം സെയിലായിട്ടുണ്ട്. കൂടാതെ നമുക്ക് കുട്ടികൾക്ക് കളിക്കാവുന്ന പ്ലേ ഏരിയയും നമുക്ക് ഈ വില്ലയിലായിട്ട് വരുന്നുണ്ട്. കൂടാതെ വേസ്റ്റ് മാനേജ്മെൻറ്റിനുള്ള സൗകര്യവും നമുക്ക് ഈ വില്ലയിലായിട്ട് വരുന്നുണ്ട്. ഇനി വീടിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. നമുക്ക് വലിയൊരു വാഹനം SUV പോലുള്ള വലിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള കവേർഡ് ആയിട്ടുള്ള ഒരു കാർ പോർച്ച് നമുക്ക് ഈ വീടിനായിട്ട് വരുന്നുണ്ട്. ഇത് കടപ്പ കല്ലുകളും ആർട്ടിഫിഷ്യൽ ഗ്രാസും ഒക്കെയാണ് നമുക്ക് മുറ്റത്തിനായിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത്. ചെറിയ വാഹനം കൂടി നിൽക്കാവുന്ന രീതിയിലാണ് ഇവിടെ കാർ പോർച്ചിനുള്ള പ്രൊവിഷൻ ഇവിടെ നൽകിയിരിക്കുന്നത്. നമുക്കിനി സിറ്റ് ഔട്ടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സിറ്റ് ഔട്ടാണ് വരുന്നത്. സിറ്റ് ഔട്ടിനായിട്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ്. നമുക്ക് ഫ്രണ്ട് ഡോറിനായിട്ട് വരുന്നത് ഒറ്റപ്പാളിയിൽ തീർത്ത മഹാഗണി മരത്തിലാൽ നിർമ്മിച്ച നല്ല ഡിസൈനോട് കൂടിയ ഡോറാണ് ഫ്രണ്ട് ഡോറിനായിട്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഡോറ് തുറന്ന് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. 3 സെൻറ്റ് സ്ഥലമാണെങ്കിലും നമുക്ക് ലിവിങ് സ്പേസ് എന്നൊക്കെ പറയുന്നത് നല്ല അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് സ്പേസാണ് നമുക്കിവിടെ വരുന്നത്. ടൈലുകളൊക്കെ അത്യാവശ്യം ഡിസൈനിലുള്ള ടൈലുകളൊക്കെ നൽകിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു നല്ല മനോഹരമായ TV യൂണിറ്റും ഈ ലിവിങ് സ്പേസിന് ആയിട്ട് വരുന്നുണ്ട്. അവിടെ സെറ്റിയൊക്കെ ഇടാവുന്ന രീതിയിലാണ് നമുക്ക് ലിവിങ് സ്പേസ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. നല്ല സ്റ്റോറേജ് സ്പേസും നമുക്ക് അടിയിൽ വരുന്നുണ്ട്. നല്ല ഫാൻസിയിലും വർക്കുകളും ഈ ലിവിങ് സ്പേസിന് നമുക്ക് വരുന്നുണ്ട്. ലിവിങ് ഏരിയയിൽ നിന്നും നമ്മൾ നേരെ പോകുന്നത് നല്ല വിശാലമായ ഡൈനിങ് സ്പേസിലേക്കാണ്. ഡൈനിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് 5 or 6 പേർക്ക് ഈസി ആയിരുന്നു ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലുള്ള നല്ല വിശാലമായ ഡൈനിങ് സ്പേസാണ് നമുക്കിവിടെ വരുന്നത്. ഡൈനിങ് സ്പേസിൻ്റെ സൈഡിൽ നമുക്ക് നല്ല രീതിയിലുള്ള വാഷ് ബേസിൻ കൗണ്ടറും നമുക്കിവിടെ വരുന്നുണ്ട്. അതിൻ്റെ അടിയിൽ നല്ല സ്റ്റോറേജ് സ്പേസും ഈ വീടിനായിട്ട് നമുക്ക് നൽകിയിട്ടുണ്ട്. സ്റ്റെപ്പിൻ്റെ അടിയിൽ നമുക്ക് ഇൻവെർട്ടർ വെക്കാനുള്ള ഒരു പോർഷനൊക്കെ നമുക്ക് സ്റ്റെപ്പിൻ്റെ അടിയിലും വരുന്നുണ്ട്. ലിവിങ് ഏരിയയിൽ നിന്നും നമ്മൾ നേരെ പോകുന്ന നല്ല വിശാലമായ ഒരു ബെഡ്റൂമിലേക്കാണ്. ബെഡ്റൂം താഴെ ഒരു ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂം ആയതിനാൽ തന്നെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. താഴെ നമുക്ക് മാസ്റ്റർ ബെഡ്റൂം എന്ന് തന്നെ പറയാം. ആ രീതിയിലാണ് വരുന്നത്. കൂടാതെ നമുക്ക് സൈഡിൽ നല്ല രീതിയിലുള്ള മൾട്ടിവുഡിനകത്ത് എടുത്ത നല്ല കബോർഡ് വർക്കുകളും നമുക്ക് ഈ വീടിനായിട്ട് വരുന്നുണ്ട്. നമുക്ക് ഈ ഫാൽസിയിലും വർക്കുകളും ഈ ബെഡ്റൂമിനായിട്ടും നൽകിയിട്ടുണ്ട്. ഈ ബെഡ്റൂമിൽ നമുക്കൊരു ഡ്രസ്സിംഗ് ടേബിളും ഉള്ള രീതിയിലുള്ള സെറ്റിങ്സും ഇവിടെ വരുന്നുണ്ട്. ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. ഒരു മീഡിയം വലുപ്പത്തിലുള്ള ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൺസീൽഡ് ആയിട്ടുള്ള ക്ലോസറ്റൊക്കെ നമുക്ക് ഈ ബാത്റൂമിനായിട്ട് വരുന്നുണ്ട്. സൈഡിലൊരു വാഷ് ബേസിനും നമുക്ക് ഈ ബാത്റൂമിനായിട്ട് നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് കിച്ചണിലേക്കാണ്. കിച്ചൺ ഓപ്പൺ കൺസെപ്റ്റിലല്ല, നമുക്ക് ക്ലോസ്ഡ് കൺസെപ്റ്റിലാണ് കിച്ചൺ വരുന്നത്. നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളും നമുക്ക് താഴെയും മുകളിലും 2 സ്റ്റെപ്പുകളായിട്ട് നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളും ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി മുകളിലെ നിലയിലുള്ള വിശേഷങ്ങളൊക്കെ നോക്കാം. നമുക്ക് മുകളിൽ സ്റ്റെപ്പുകൾ വരുന്നത് ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ നമുക്കിവിടെ നൽകിയിരിക്കുന്നത്. സ്റ്റെപ്പിനായിട്ട് നല്ല വുഡ് പാനലുള്ള ടൈലുകളാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് ഹാൻഡ് റെയിൽസൊക്കെ വരുന്നത് നമുക്ക് SS സ്റ്റീലിലും ആണ്. ഹാൻഡ് റെയിൽസൊക്കെ ഇവിടെ നല്ല ഡിസൈനിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമ്മൾ സ്റ്റെപ്പ് കയറി മുകളിലെത്തുമ്പോൾ ഒരു മീഡിയം വലുപ്പത്തിലുള്ള അപ്പർ ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ ഈ വീടിനായിട്ട് നൽകിയിരിക്കുന്നത്. അവിടെയും നല്ല നല്ല രീതിയിലുള്ള ഫാൽസിയിലും വർക്കുകളൊക്കെ അപ്പർ ലിവിങ് ഏരിയയിലും നൽകിയിട്ടുണ്ട്. നമ്മൾ നേരെ പോകുന്നത് മുകളിലെ നിലയിലുള്ള ഒരു ബെഡ്റൂമിലേക്കാണ്. മുകളിൽ 2 ബെഡ്റൂമും താഴെ 2 ബെഡ്റൂം എന്നുള്ള രീതിയിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് ടൈലുകളൊക്കെ അത്യാവശ്യം നല്ല ഡിസൈനിലുള്ള ടൈലുകളൊക്കെയാണ് ഈ ബെഡ്റൂമിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിലുള്ള ഫാൽസിയിലും വർക്കുകളും ഈ ബെഡ്റൂമിലും നമുക്ക് വരുന്നുണ്ട്. ബെഡ്റൂമും നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. ടൈലുകളൊക്കെ അത്യാവശ്യം ഡിസൈനിലുള്ള ടൈലുകളാണ് നൽകിയിരിക്കുന്നത്. കൺസീൽഡ് ആയിട്ടുള്ള ക്ലോസറ്റ് വരുന്നുണ്ട്. ഒരു ചെറിയ വാഷ് ബേസിനും നമുക്ക് ഈ വീടിനായിട്ട് വരുന്നുണ്ട്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് മറ്റൊരു ബെഡ്റൂമിലേക്കാണ്. മുകളിൽ 2 ബെഡ്റൂം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 2 ബെഡ്റൂമാണ് മുകളിൽ വരുന്നത്. എങ്കിൽ തന്നെ അത്യാവശ്യം നല്ല ബെഡ്റൂമിലൊക്കെ നല്ല വലിപ്പമുള്ള രീതിയിലാണ് നൽകിയിരിക്കുന്നത്. നല്ല കബോർഡ് വർക്കുകളും ഈ ബെഡ്റൂമിലും വരുന്നുണ്ട്. 2 ബെഡ്റൂമിലാണ് നമുക്ക് കബോർഡ് വർക്കുകൾ വരുന്നത്. അത് നല്ല അത്യാവശ്യം നല്ല ഡിസൈനിലുള്ള കബോർഡ് വർക്കുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഫാൽസിയിലും വർക്കുകളും ഈ ബെഡ്റൂമിനായിട്ടും നമുക്ക് വരുന്നുണ്ട്.
ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിളും നമുക്ക് ഈ ബെഡ്റൂമിനായിട്ട് സൈഡിലായിട്ട് വരുന്നുണ്ട്. ഈ ബെഡ്റൂമും നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. ഒരു മീഡിയം വലുപ്പത്തിലുള്ള ബാത്റൂമാണ്. കൺസീൽഡ് ആയിട്ടുള്ള ക്ലോസറ്റ് ഒക്കെ വരുന്നുണ്ട്. നമുക്ക് ടൈലുകളൊക്കെ അത്യാവശ്യം ഡിസൈനിലുള്ള ടൈലുകളാണ്. ഒരു വാഷ് ബേസിനും നമുക്ക് ഈ ബാത്റൂമിനായിട്ട് നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് നല്ലൊരു യൂട്ടിലിറ്റി സ്പേസ് ആണ്. യൂട്ടിലിറ്റി സ്പേസ് നല്ല കവേഡൊക്കെ ചെയ്ത് നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാനുള്ള പ്രൊവിഷൻ നമുക്കിവിടെ വരുന്നുണ്ട്. അത് ഷീറ്റിലാണ് നമുക്ക് യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് നല്ലൊരു ബാൽക്കണി സ്പേസിലേക്കാണ്. ബാൽക്കണി ഇവിടെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണി, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. ഡിസൈനിൽ നല്ല ടൈലുള്ള വൈറ്റ് ഡിസൈനിലുള്ള ടൈലുകളൊക്കെയാണ് ബാൽക്കണിക്കായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് SS സ്റ്റീലും വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നല്ല ടഫ്ലോൺ ഗ്ലാസ്സുകളും ബാൽക്കണിയിൽ ഭംഗിയാകുന്നതിന് വേണ്ടി നൽകിയിട്ടുണ്ട്. ഇവിടെയും ചെറിയൊരു ഫാൾസീലും വർക്കുകളും ചെയ്തിട്ടുണ്ട്. കുഴിവേൽപ്പടി ജംഗ്ഷനിൽ നിന്നും ഏകദേശം 500 മീറ്റർ മാത്രം അകലെയായി വരുന്ന 3 സെൻറ്റ് സ്ഥലവും 1552 സ്ക്വയർ ഫീറ്റുള്ള 3 ബെഡ്റൂം 3 അറ്റാച്ച്ഡ് ബാത്റൂം ഒരു യൂട്ടിലിറ്റി സ്പേസോട് കൂടി വരുന്ന ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 65 ലക്ഷം രൂപയാണ്. വില തികച്ചും നമുക്ക് നെഗോഷ്യബിൾ ആണ്. കൂടാതെ ഈ പ്രോപ്പർട്ടിക്ക് ഏത് ബാങ്കിൻ്റെ ലോൺ വേണമെങ്കിലും നമ്മൾ തന്നെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്.